നമസ്കാരം. മലയാള സിനിമ ഒരുപാട് പുതിയ താരങ്ങളെയും സംവിധായകരെയൊക്കെ നമുക്ക് അടിക്കടി തരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ടെക്നിക്കൽ സൈഡിൽ നിന്ന്, സാങ്കേതിക മേഖലയിൽ നിന്ന് ഒരുപാട് പുതിയ ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളത്തിൽ വേരുറപ്പിച്ച ശേഷം തമിഴിലടക്കം അന്യഭാഷകളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഷൊർണൂർ പട്ടാമ്പി ഓങ്ങല്ലൂരിൽ നിന്ന് മലയാള സിനിമയിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും മികച്ച ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കിയ ശേഷം തമിഴിലേക്ക് ചേക്കേറുകയും ചെയ്ത ഷിഹാബ് ഓങ്ങല്ലൂരാണ് ഇന്ന് ഗ്രാഫിറ്റി മാഗസിൻ്റെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. ഷിഹാബിനെ നമുക്ക് പരിചയപ്പെടാം. ഷിഹാബ്, നമസ്കാരം. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ നിന്ന് മലയാളം കടന്ന് തമിഴിലേക്ക് പോയിരിക്കുകയാണ്. സിനിമാ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് മലയാളത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു, ഇപ്പോൾ തമിഴിലേക്ക് പോയിരിക്കുന്നു, ഒന്ന് സ്വയം പരിചയപ്പെടുന്ന രീതിയിൽ. ഫസ്റ്റ് കന്നഡ പടമാണ് ചെയ്തത്. കന്നഡ പി പി എന്ന് പറയുന്ന സിനിമ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യണ്ടായി ഒരു 7 വർഷം മുന്നേ. ഗാങ്സ്റ്റർ എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അത് യൂട്യൂബിൽ റിലീസാവുകയും പിന്നീട് അത് അവിടെ ഡയറക്ടർ കണ്ടതിന് ശേഷം നമ്മൾ വിളിക്കുകയായിരുന്നു കന്നഡയിൽ പടം ചെയ്യാൻ. ആ പടം കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മലയാളത്തിൽ സിനിമകൾ ചെയ്തു. ഓളെ കണ്ടനാൾ, മിസ്സിംഗ് ഗേൾ, ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യം, എത്തി നിൽക്കുന്നു ഇപ്പോൾ സിനിമ. ഇപ്പോൾ തമിഴിലേക്ക് നമ്മൾ ഖുഷി സിനിമയുടെ റൈറ്ററാണ്. ഖുഷി വാലി പടത്തിൻ്റെ റൈറ്റർ, പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ. അതാണ് ഇപ്പം വരാൻ പോകുന്ന പ്രൊജക്റ്റ്. അത് ശരി. സിനിമ ഫീൽഡിലേക്ക് എങ്ങനെയായിരുന്നു വന്നത്? ഷോർട്ട് ഫിലിമും ആൽബങ്ങളൊക്കെ ഒരുപാട് ചെയ്ത ശേഷമാണ് വന്നതെന്ന് പറഞ്ഞു. അതിന് മുൻപൊരു ഫ്ലാഷ് ബാക്ക്, എന്തോ ഓട്ടോ ഓടിച്ചിരുന്ന ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓട്ടോ ഓടിച്ചിരുന്നു പറഞ്ഞാൽ ഞാനൊരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് ജോലി ഉണ്ട്. അപ്പോൾ കടക്കാരെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തൊഴിൽ, സ്വന്തമായിട്ടൊരു പരിപാടി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഓട്ടോറിക്ഷ എടുത്തു. പിന്നെ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിൽ ചെറിയൊരു ലോണൊക്കെ എടുത്തൊരു ചെറിയ കുഞ്ഞ് ക്യാമറയൊക്കെ മേടിച്ച് ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ചധികം ഷോർട്ട് ഫിലിംസുകൾ ചെയ്തു. 100-ലധികം ഷോർട്ട് ഫിലിംസ് ചെയ്തു. എല്ലാം മലയാളത്തിൽ തന്നെയായിരുന്നു. മലയാളത്തിൽ തന്നെ ആഡ് ഫിലിംസുകൾ ചെയ്തു. മ്യൂസിക് ആൽബം. അതിലൊരു ഷോർട്ട് ഫിലിമാണ് കന്നഡയിൽ ഡയറക്ടർ കണ്ടിട്ട് നമ്മളെ വിളിക്കേണ്ടായി ഫസ്റ്റ് പടം ചെയ്യാൻ. അതെന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? കന്നഡ അട്രാക്ട് ചെയ്ത ഒരു പോയിന്റ് എന്തായിരുന്നു? ആ പുള്ളി അത് അല്ലാതെ ടെക്നിക്കലി ഭയങ്കര ഇതായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് ഫിലിം അന്നത്തെ സമയത്തൊരു ആക്ഷൻ ഷോർട്ട് ഫിലിമിൽ ആരും പറയാത്തൊരു പരിപാടിയായിരുന്നു അതിനകത്ത്. ഗാങ്സ്റ്റർ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. വെടിവെപ്പും ആക്ഷനും പരിപാടികളൊക്കെ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അത് റിലീസായതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് മെസ്സേജ് വരുന്നത് ഫേസ്ബുക്കിൽ, ഇങ്ങനെ കാണാൻ പറ്റുമോ. ഒന്നും നോക്കിയില്ല, അന്ന് തന്നെ പോയി. പരിപാടികൾ ഏകദേശം സെറ്റായി. രണ്ടാമത്തെ മീറ്റിങ്ങിൽ സെറ്റായി. അല്ല, അത് തനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇത് നാടൻ പരിപാടിയായിരുന്നു. പുള്ളിക്ക് നമ്മളതിലൊരു വിശ്വാസം. അവിടെ നിന്നാണ് ആദ്യം ചെയ്തത് പടം. പിന്നെ ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഇവിടെ രണ്ടാമത് മലയാളത്തിൽ വന്നിട്ട് സിനിമ ചെയ്തത്. ഈ ഷോർട്ട് ഫിലിമിൻ്റെയും ആൽബം ആ ഒരു പാറ്റേണിൽ നിന്ന് പെട്ടെന്ന് സിനിമയിലേക്ക് എത്തിയപ്പോൾ അത് എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ സിനിമ ഷൂട്ടിങ്ങിൽ, ഇതിന് മുന്നേ സിനിമ ഷൂട്ടിങ്ങിൽ ജൂനിയർ ആർട്ടിസ്റ്റായി പോയിട്ടുണ്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ സീക്വൻസിലൊക്കെ. പിന്നെ മേക്കപ്പ് അസിസ്റ്റന്റ്, പ്രൊഡക്ഷൻ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ക്യാമറമാൻ രീതിയിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അന്യ ഭാഷ, നമുക്ക് കറക്റ്റ് ലാംഗ്വേജ് പ്രശ്നവും. ഡയറക്ടർക്ക് തമിഴ് അറിയുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ സപ്പോർട്ടായിരുന്നു അവർ നമ്മളെ. പിന്നെ നമ്മുടെ വർക്ക് കണ്ടിട്ട് തന്നെയാണ്, ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം കൊണ്ടാണ് അവർ. ക്യാമറ പഠിച്ചിട്ടൊന്നുമില്ല, ആരുടെയും പഠിച്ചിട്ടില്ല. ഞങ്ങള് റഷീദ് പറമ്പിൽ, ഭഗവാൻ ദാസിന്റെ രാമരാജ്യം ചെയ്തൊരു ഫ്രണ്ടാണ്, നമ്മുടെ നാട്ടിലെ ആളാണ്. പിന്നെ നടരാജൻ, പട്ടാമ്പി ഡയറക്ടർ രാജീവ്, ഇവരെല്ലാം ഞങ്ങൾ ആദ്യം മൊബൈലിലൊക്കെ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കും മൊബൈലിൽ. അത് പിന്നെ പതുക്കെ അപ്ഡേറ്റ് ആയി ക്യാമറയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈലിൽ നിന്ന് അതെടുത്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പോരായ്മകൾ മനസ്സിലാവും. അടുത്ത ചെറിയൊരു ഡിജിറ്റൽ ക്യാമറ ലിക്കായി, അതിങ്ങനെ അപ്ഡേറ്റ് ആയി അതിന് പഠിക്കണം. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. വലിയ ക്യാമറ പിന്നീട് എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് അനുഭവം? എങ്ങനെയായിരുന്നു? അതായത് നമ്മൾ ഇതുവരെ എടുക്കാത്തൊരു. അതെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സബ്ജക്റ്റ് പറയുമ്പോൾ എന്താണോ അതില്, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു പരിപാടിയാണ്. കഥ പറയുമ്പോൾ അതെങ്ങനെ കൺവിൻസ് ചെയ്യണം, അല്ലെ എങ്ങനെ അത് ചിത്രീകരിക്കണം എന്നുള്ളത് ടെൻഷൻ ഉണ്ട്. ഇപ്പോഴും ടെൻഷനൊക്കെ ഉണ്ട്. സാധാരണ ഒരു സിനിമയിൽ നമ്മുടെ ടൈറ്റിൽ ക്രെഡിറ്റിൽ കാണണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരുമെന്ന് പറയാറുണ്ട്. ഷിഹാബിന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നോ? അതോ ഒരു ഈസി വാക്ക് ഓവർ ആയിരുന്നോ സത്യം പറഞ്ഞ സിനിമയിൽ? ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്.
എന്തൊക്കെയായിരുന്നു അതുപോലെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു CD ഷോപ്പൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് നമ്മൾ കാസറ്റ് റെക്കോർഡിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഈ CD കടയുടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ സിനിമയുടെ ഓഡിയോ റിലീസിന് മുന്നേ അന്ന് ഇതൊക്കെ വരും. അതിനകത്ത് ഓഡിയോ പടം വരാൻ ഓഡിയോ കാസറ്റ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞത്. സ്കൂളിൽ പോകുമ്പോഴേ ഇതിനോട് ഭയങ്കര ക്രൈസാണ്, പാട്ട് കേൾക്കുക. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ പിന്നെ CD കടയിൽ വർക്കിന് കയറി. എൻ്റെ മനസ്സിൽ അന്ന് ഈ CD കടക്കാർക്ക് ഇവരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ആദ്യം പണിക്ക് കയറുന്നത്. പിന്നെ അവിടെ അങ്ങനെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു 10th എത്തുന്ന സമയത്ത് CD ഷോപ്പാണ്. പിന്നെ അതാണ് നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഷോപ്പിലേക്ക് കൺവേർട്ട് ആയത്. അങ്ങനെ അപ്ഡേറ്റ് ആണ് നാട്ടിലൊരു പടത്തിൻ്റെ ഷൂട്ടിങ് വരുന്നത്. അപ്പോൾ അത് മാടമ്പി എന്ന് പറഞ്ഞ സിനിമ, ലാൽസാറിൻ്റെ പടം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പോയി വരിക്കാശ്ശേരി മനയിൽ പോയി. അപ്പോൾ അവിടുന്ന് ഒരാൾ എന്നോട് ചോദിച്ചു, അഭിനയിക്കാൻ താല്പര്യമുണ്ട് ചോദിച്ചു. പെട്ടെന്ന് ബാക്കിൽ വന്നു തട്ടി. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ ആ പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. കുറച്ച് പടങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റായി പോയി. പിന്നെ അതിനുശേഷം ഞാൻ നേരെ പ്രൊഡക്ഷനിൽ വന്നു. ഫുഡ് കൊടുക്കലും പരിപാടികളൊക്കെ ആയി. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതിനകത്ത് അന്ന് മൊബൈലിലെ സമയമാണ്. മൊബൈലിൽ ഫോട്ടോ എടുക്കുക, പിന്നെ വീട്ടിൽ കൊടുക്കുന്നത് എഡിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയൊരു ഹോബി വേറെ ഉണ്ടായിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ പോയപ്പോൾ എനിക്കത് വർക്കൗട്ട് ആവാതായി. പിന്നെ ഞാൻ നേരെ മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഡാത്തടിയ, ഹണിബി, അതിനകത്തൊക്കെ ഞാൻ മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മണിയമ്പിള്ള രാജേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായി പോയിട്ടുണ്ട്. പിന്നീടാണ് ആ സമയത്ത് ഞാൻ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ പോലെ ഓട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓട്ടോ ചെറിയ ലോണ് ഇട്ട് ആദ്യം ഒരു ചെറിയ ഡിജിറ്റൽ ക്യാമറ മേടിച്ച് ഞങ്ങൾ സുഹൃത്തുക്കൾ റഷീദായാലും നടരാജേട്ടനെ കൂടിയിട്ടാണ് ഷോർട്ട് ഫിലിം എടുക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് അപ്ഡേറ്റ് ആയി. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനോടൊരു പാഷനാണ് മെയിനായിട്ട്. അപ്പോൾ പിന്നെ അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ നന്നായിട്ട് അറിയുന്നൊരു പണിയാണെങ്കിലും ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറമാൻമാർ പഴയ നമ്മുടെ സീനിയേഴ്സ് ആരൊക്കെയായിരുന്നു അത് മനസ്സിലുണ്ടായിരുന്നു? അല്ലെങ്കിൽ ഏതൊരു പാറ്റേൺ ആയിരുന്നു മനസ്സിൽ? അങ്ങനെ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു സംവിധായകന്റെ പാറ്റേൺ? അമൽ നീരജ് സാറിനെ കണ്ടിട്ടാണ് ഒന്നുകൂടി ഇൻസ്പിറേഷൻ വരുന്നത്. ഞങ്ങളവിടെ ഇപ്പോഴത്തെ ഒരു പ്രമുഖ ഡയറക്ടറാണ്. പുള്ളിക്ക് ഞങ്ങൾ ചെയ്ത ഷോർട്ട് ഫിലിം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഞാൻ പോയിണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമൽ നീരജ് മാത്രമല്ല മലയാള സിനിമയിൽ ക്യാമറ ചെയ്യുന്നത്, വേറെ ആൾക്കാരും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അന്ന് മനസ്സിലായില്ല, വിളിച്ച് പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ. പിന്നീടാണ് മനസ്സിലായെന്ന് വെച്ചാൽ ആളുടെ പോലെയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ്. പക്ഷെ എനിക്ക് ഭയങ്കര അഭിമാനമായി തോന്നി. നമ്മൾ ഈ ചെറിയ കുഞ്ഞ് ക്യാമറ വെച്ചിട്ട് അതിലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യം. പുള്ളി അത് മാർക്ക് ചെയ്തു. അത് ഭയങ്കര ഒരു ഇതായിരുന്നു ആ സമയത്ത്. പുള്ളി അതെ. ഇന്നിപ്പോൾ സാധാരണ പ്രേക്ഷകർ പോലും സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെ പറ്റിയിട്ട് വല്ലാതെ സംസാരിക്കും. അറിയില്ല എന്നല്ല, ഒരു സിനിമ നന്നായിരുന്നെങ്കിൽ, മോശമാണെങ്കിൽ പോലും ടെക്നിക്കലി നന്നായിരുന്നു പറയാം. ഈ ടെക്നിക്കൽ ബോധം ക്യാമറാമാൻമാർക്ക് സംബന്ധിച്ചത് പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ? ഇവർ ഈ പ്രേക്ഷകർ ഇങ്ങനെ ടെക്നിക്കലി ഇതിനെ എന്താ പറയുക, പ്രശംസിക്കുക, അതിനെ വിമർശിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? അല്ല, നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ. മറ്റേത് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓഡിയൻസ് ഇപ്പോൾ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്ന 200 സീറ്റിൽ തിയേറ്ററിൽ 200 ആളും ഡയറക്ടറാണ്. അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വെല്ലുവിളിയാണ്. പക്ഷെ ആ ഒരു ബോധമൊക്കെ നമുക്കുണ്ടാവും. നമ്മൾ ചെയ്യുമ്പോൾ അത്രയും സൂക്ഷിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇതെങ്ങനെ പോവും, എങ്ങനെ സംസാരിക്കും, ആൾക്കാർ ഇതെങ്ങനെ എടുക്കും, ആ ഒരു പേടി എപ്പോഴും ടെക്നിക്കൽ സൈഡിലും ഇതേ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു പിന്നെ എപ്പോഴും വേറൊരാൾ കാണുമ്പോൾ അതെങ്ങനെ പറയും. പിന്നെ എല്ലാ സിനിമക്കും അതിൻ്റെ ഒരു ഡയറക്ടർ ഫൈനൽ ജഡ്ജ്മെന്റ് ഉണ്ടാവും. ഓരോ കഥയ്ക്കോ കഴിഞ്ഞ സിനിമ ചെയ്ത പോലെ അടുത്ത സിനിമ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ തമിഴ് പടവും കഴിഞ്ഞ സിനിമയും തമ്മിൽ സ്ക്രിപ്റ്റ് വൈസിൽ നല്ല വ്യത്യാസമുണ്ട്. അതേ മേക്കിംഗ് പാറ്റേൺ നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല. ആ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നൊരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാം. ഇപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഡയറക്ടർ മൈൻഡ് സെറ്റിൽ വന്നിട്ട് തിയേറ്ററിൽ പടം കാണുന്ന ആൾക്കാരാണ്. പാളിച്ചകൾ പറ്റിയാൽ കൂടുതൽ ശ്രദ്ധ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഡയറക്ഷനെ പോലെ തന്നെ പ്രേക്ഷകരുടെ ഇത് കിട്ടിയിട്ടുണ്ട്, റെസ്പോൺസ് അങ്ങനെ വരാറുണ്ടോ? വരാറുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും പിന്നെ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതിൻ്റെ DI പ്രോസസ്സിങ്ങിലൊന്നും പോയി നമ്മൾ തൃപ്തനാവില്ല. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത പടത്തിലും എന്തെങ്കിലുമൊക്കെ ഡിഫോൾട്ട് അത് ചിലപ്പോൾ ഓഡിയൻസിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു കളറിങ്ങിന് പോകുന്ന സമയത്താവും ഒന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. ആ സമയത്ത് ഹറിബറികൾ കാരണം നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ചെയ്യേണ്ടി വരും ചില അവസ്ഥയിൽ. പക്ഷെ അത് DI ഷൂട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ തിയേറ്ററിലെത്തി സ്ക്രീനിൽ വരുന്ന സമയത്താവും നമുക്ക് തോന്നുന്നു. പക്ഷെ ഒന്നും പൂർണ്ണതല്ല അതിനകത്ത്. മലയാള സിനിമ
ബിഗ് സ്ക്രീനിൽ നിന്ന് കുഞ്ഞു സ്ക്രീനിലേക്ക് മാറി OTT-യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഉം. നിങ്ങൾ കുഞ്ഞു സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് പോയി. അപ്പോൾ മലയാള സിനിമ ബിഗ് സ്ക്രീനിൽ നിന്ന് കുഞ്ഞു സ്ക്രീനിലേക്ക് വരുന്ന ഒരു സമയം. ഈ മാറ്റത്തെ എങ്ങനെയാണ് OTT മാറ്റം ക്യാമറാമാരെ സംബന്ധിച്ച് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? നല്ലതാണോ? കൂടുതൽ എഫർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടോ? അതായത് കുഞ്ഞ് OTT ആകുമ്പോൾ ഇത്ര മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് വരുന്നുണ്ടോ? അത് OTT-യിൽ കൂടുതൽ പെർഫെക്റ്റ് ആവണം എന്നാണോ? കൂടുതൽ നമ്മൾ ക്ലോസ് ആയിട്ട് വീട്ടിലിരുന്ന് കാണുമ്പോൾ കൂടുതൽ ശ്രദ്ധ തിയേറ്ററിനേക്കാൾ ശ്രദ്ധയിൽ കാണുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളതിനെ അപ്രോച്ച് ചെയ്യുന്നത്? പുതിയ ക്യാമറാമാർക്കുള്ള ഒരു വെല്ലുവിളിയാണോ? എങ്ങനെയാണ് OTT പ്ലാറ്റ്ഫോം? രണ്ടും ഒരേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ക്വാളിറ്റി ബിഗ് സ്ക്രീൻ ക്വാളിറ്റി വെച്ചിട്ടുണ്ട്. ആ. ചില വെബ് സീരീസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതെ. ചില സിനിമകളെക്കാളും ക്വാളിറ്റിയിലാണ് വെബ് സീരീസ് വരുന്നത്. പിന്നെ പുതിയ ആൾക്കാർക്ക് ഒന്നും കൂടി എൻട്രി എളുപ്പമാവും OTT OTT ഉള്ളത് കൊണ്ട് തന്നെ. ഓ. പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് OTT-യിൽ അവർ സിനിമകൾ തിയേറ്ററിൽ വരാതെ ഒന്നും ഡയറക്റ്റ് OTT ചെയ്യുന്നില്ല. വെബ് സീരീസിന് സാധ്യത വെബ് സീരീസിന് അങ്ങനത്തെ ഷോർട്ട് ഫിലിം ഇങ്ങനത്തെ പരിപാടികൾക്ക് ഭയങ്കര സാധ്യത ഉണ്ട്. അതിനും പെർഫെക്ഷൻ എന്തായാലും രണ്ടും ഈക്വൽ ആയിട്ട് തന്നെ വേണം. സിനിമ ആയാലും ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നതാണെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ ഒന്നും കൂടി എനിക്ക് കൂടുതൽ അവരൊരു വലിയൊരു കമ്പനിയാണ് അത് തീരുമാനിക്കുന്നത്. ആമസോൺ അല്ലെങ്കിൽ ഇവിടെ അല്ലല്ലോ അതിന്റെ സിനിമ നമ്മുടെ തിയേറ്ററിൽ വന്ന് നമ്മുടെ പ്രേക്ഷകർ ഓക്കെ പറയുന്നത് അത് വലിയൊരു എന്താ പറയുക വലിയൊരു കമ്പനിയാണ് അതിനകത്ത് ക്വാളിറ്റി ചെക്കിങ്ങും എല്ലാ പരിപാടികളും. അതെ 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 അവരത് അപ്രൂവൽ അടിച്ചതിന് ശേഷമാണ് അതിനകത്ത് വരുള്ളൂ. ഇത് ഒന്നുകൂടി ക്വാളിറ്റി OTT-യിൽ വേണ്ടി വരും. ഇതിൽ ക്വാളിറ്റി കുറവല്ല, രണ്ടും ഈക്വൽ തന്നെയാണ്. ഈ മലയാള സിനിമ കേരളത്തിന് പുറത്ത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഈ മലയാളത്തിൽ നിന്നുള്ള ക്യാമറാമാർക്ക് എങ്ങനെയാണ് ഒരു ഇതുണ്ട്? ഇപ്പോൾ മഞ്ഞുമലൊക്കെ പോയി അതെ അതെ അവിടെ ഭയങ്കര ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര സ്വീകാര്യതയാണ്. അവര് നമ്മളെ ഭയങ്കര എക്സ്പെക്ട് ആണ്. നമ്മളുടെ സിനിമ ഇപ്പോൾ ഈ സാറിന്റെ പടം സ്ക്രിപ്റ്റ് കേൾക്കാൻ പോയപ്പോഴും നമ്മളെക്കാളും കൂടുതൽ മലയാളം സിനിമ അവർ കണ്ടിരിക്കുന്നു. പുള്ളി പല പടങ്ങളും റെഫറൻസ് ഒക്കെ അവർ പറയുന്നത് നമ്മുടെ മലയാള സിനിമയെ കുറിച്ചിട്ടാണ്. അങ്ങനെ ചെയ്യണം. ഏത് പുറത്ത് അന്യഭാഷാ സിനിമകളിൽ പോയാലും ഒരു ടെക്നീഷ്യനെങ്കിലും നമ്മളെ കേരളത്തിൽ നിന്നുണ്ടാവും. അപ്പൊ അത്ര ഭയങ്കര കാര്യമാണ് അവർക്ക് നമ്മളെ. താരങ്ങളെ മാത്രമല്ല ഭയങ്കര കാര്യമാണ് നമ്മളെ. ഒരു ക്യാമറാമാനെ ഒരു നാലാൾ അറിയുന്ന ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്താണ് ശരിക്കും വേണ്ടത്? അതായത് പലപ്പോഴും നല്ല വർക്കാണെങ്കിലും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടൊന്നും വരില്ല, പടം മോശമാണ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു ക്യാമറാമാന് മലയാള സിനിമയിൽ അയാളുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ? ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ വർക്കാവണം പറയേണ്ടത്. എപ്പോഴും എനിക്കൊക്കെ കിട്ടിയിട്ടുള്ളത് ഇത്ര അവസരങ്ങൾ വന്നിട്ടുള്ളതും എൻ്റെ വർക്കുകൾ കാരണമാണ്. വർക്ക് നന്നായി നമ്മൾ എങ്ങനെയാലും വർക്ക് നന്നാവണം. നമ്മൾ പറയുന്നതിനെക്കാട്ടും നമ്മൾ കൂടുതൽ നമ്മുടെ വർക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആവും. നമ്മളത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിന് നല്ല ബെറ്റർ നമ്മുടെ വർക്ക് കണ്ടിട്ട് വേണം നമുക്ക് വരാൻ. ഈ കാണുക എന്നുള്ള സംഭവത്തേക്ക് ഇനി അടുത്ത് വരുന്നത് പല പടങ്ങളും നമ്മൾ നല്ല പടങ്ങളാണെങ്കിലും ചിലത് തിയേറ്ററിൽ ക്ലിക്ക് ആവുന്നില്ല, തിയേറ്ററിൽ വരണത് പോലും ഇല്ല പലപ്പോഴും. നല്ല ബാക്കി എല്ലാ സാങ്കേതികമായിട്ടും അല്ലാത്തവരൊക്കെ നല്ല ഏറ്റവും നല്ല ബെറ്റർ ആയിരിക്കും. പക്ഷെ പടം ചിലപ്പോൾ പ്രേക്ഷകർ കാണില്ല. അത്തരം അവസ്ഥയിൽ ടെക്നീഷ്യന്മാർക്ക് പുതിയ താരങ്ങൾ പിന്നെയും അവർക്ക് ചാൻസ് കിട്ടാൻ കണ്ടിട്ടുണ്ട്. ടെക്നീഷ്യന്മാർക്ക് ഇത്തരം ഈ ഒരു സ്ഥിതിയെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? കാരണം ലോ ബഡ്ജറ്റ് പടങ്ങൾ, തിയേറ്ററിൽ വരാതെ പോകുന്ന പടങ്ങൾ, ഏറ്റവും നല്ല പടങ്ങളായിരിക്കും ചിലപ്പോൾ ക്ലിക്ക് ആവുന്നില്ല, ബോക്സ് ഓഫീസ് ഹിറ്റ് ആവുന്നില്ല. ഇതിന് ടെക്നീഷ്യന്മാരെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? പുതിയ ഒരുപാട് ടെക്നീഷ്യന്മാർ വന്നിട്ട് അറിയപ്പെടാതെ പോകാനുള്ള സാധ്യത ഇതിലുണ്ട്. അത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ് ഈ പറഞ്ഞത്. പടം നമ്മൾ എല്ലാം കൊണ്ടും ചിലപ്പോൾ ഓഡിയൻസും പറയും നല്ല സിനിമയാണ്, പക്ഷെ എന്തോ ഈ തിയേറ്ററിൽ താരമൂല്യം ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ പടം നിന്നോളന്നില്ല. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്, സ്ട്രഗിളാണ്. നല്ലൊരു പടം കിട്ടണമല്ലോ. താരമൂല്യമുള്ള സിനിമ കിട്ടിക്കഴിഞ്ഞാൽ കൊമേഴ്ഷ്യലി സക്സസ് ആണെങ്കിൽ അതിലെല്ലാവരും അല്ലാതെ നടക്കുന്നുണ്ട്. ഈ ഫെസ്റ്റിവൽ സിനിമകൾ ഇപ്പുറത്തെ സൈഡിലൂടെ അതും വേറൊരു എൻട്രിയാണ്. ശരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിലും സാധ്യത ഭയങ്കരമാണ്. IFFK ആണെങ്കിലും സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് അതിലൊക്കെ പോയി നമ്മളെല്ലാം താരങ്ങളെ വെച്ച് ചെയ്യണം എന്നില്ല. ഇപ്പുറത്ത് കൂടെയും വഴിയുണ്ട് ശ്രദ്ധിക്കപ്പെടാം. അങ്ങനെ വന്ന കുറേ സിനിമകളുണ്ട്, കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുദേവേട്ടൻ പെരുങ്ങോട് ടൈം നമ്പർ പടം ചെയ്ത അങ്ങനെയുള്ള കുറേ ഡയറക്ടർമാരുണ്ട്. പക്ഷേ ഒരുവിധം വിഭാഗം ആൾക്കാരൊക്കെ സിനിമയുടെ എക്സ്പോഷർ അല്ലെങ്കിൽ വലിയ സ്റ്റാറുകളെ വെച്ച് സിനിമ ചെയ്യണം നല്ലൊരു ഇതിലാണ് ഒരുവിധം ആൾക്കാരും വരുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്കതൊരു ഹൈ ലെവലിൽ എത്താൻ പറ്റും. പക്ഷെ നമുക്ക് അതില്ലെങ്കിലും സാമ്പത്തിക ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ IFFK സെലക്ട് ചെയ്ത് നമ്മളെ നാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത സിനിമ മൊബൈലിൽ ഷൂട്ട് ചെയ്തത് അതിപ്പോൾ IFFK കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട് അതിന്. അപ്പോൾ ധൈര്യമായിട്ട് കടന്നു വരാം. പിന്നെ അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. അതായത് പലപ്പോഴും ഈ ഒരു ചോദ്യത്തിലാണ് അവരൊക്കെ മുട്ടി നിൽക്കുന്നത്. ആരും കാണുന്നില്ല, അറിയപ്പെടുന്നില്ല. ഇങ്ങനത്തെ ഒരു വേദി നിൽക്കുന്നുണ്ടല്ലോ ഇപ്പുറത്ത് നമുക്ക്
ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ മൂവി എന്ന് പറഞ്ഞിട്ടല്ല ഇപ്പോൾ വരുന്ന സിനിമകൾ പോലും. പക്ഷെ അവിടെ ഒരു എൻട്രി കിട്ടി, അതിലെന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫറൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു സാധ്യതയാണ്. ഒരുപാട് ഡയറക്ടേഴ്സ് പരിചയപ്പെടാം, ശ്രദ്ധിക്കപ്പെടാം. ലിജോ പെലിശ്ശേരി സാറ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ IFFK-യുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇത് കാണാം, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊരു എൻട്രിയാണ്. അപ്പോൾ ഇത് 2 ടൈപ്പിലാണിത്. ഒന്നല്ലെങ്കിൽ കൊമേഴ്ഷ്യലി സക്സസ് ആവണം, അതല്ലെങ്കിൽ ഇപ്പുറത്തൊരു വഴി ഉണ്ട്. ഒരു ആർട്ട് മൂവി, അല്ലെങ്കിൽ ആർട്ട് മൂവി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും അവാർഡ് സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള പാറ്റേൺ അല്ല. അല്ലാതെ തന്നെ നമുക്ക് സിനിമ ചെയ്ത് ഫെസ്റ്റിവലിന് അയക്കാം. ഇപ്പൊ അത്തരമൊരു പാറ്റേണിലേക്ക് വന്നില്ല, അവാർഡ് മൂവി എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട്. അതെ, നാച്ചുറൽ ലൈഫ് എന്നുള്ളൊരു പരിപാടിയിലാണ് കൂടുതൽ. ഇപ്പൊ നമ്മളവിടെ തടവ് എന്ന് പറഞ്ഞ സിനിമ പട്ടാമ്പി എന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാസിൽ റസാഖ് കഴിഞ്ഞ പ്രാവശ്യം അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി സിനിമ പറഞ്ഞ പോലെ കണ്ട് മമ്മൂക്ക വരെ പുള്ളിനെ വിളിച്ച് അടുത്ത പരിപാടി ഉണ്ടെങ്കിൽ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിനോട്, നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു. അപ്പോൾ വഴി ഇപ്പുറത്തുണ്ട് പോവാനും. അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ചും കൂടി നല്ല സിനിമ എന്നല്ല, കലാമൂല്യമുള്ള സിനിമ ചെയ്തിട്ട് എൻട്രികളുണ്ട് ഏത് വഴി നമുക്ക്. അപ്പോൾ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ളതും ഇത് തന്നെയായിരിക്കും. നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ എങ്ങനെ പോലെ നമുക്ക് എത്താമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റിയിലെ പരിപാടിയാണെങ്കിൽ പെട്ടെന്നായില്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ വീണ്ടും ഈ ആഡ് ഫിലിമും ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നുണ്ട്. സിനിമ ക്യാമറമാൻ ഷോർട്ട് ഫിലിം അങ്ങനെ പഴയ ചില ആൾക്കാരൊന്നും ആഗ്രഹത്തിന്റെ പുറത്ത് ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കും. അങ്ങനെ ഒഴിവാക്കാറൊന്നുമില്ല. പഴയ തട്ടം. അപ്പൊ നമ്മള് അന്ന് അതേ സ്ട്രഗിൾ തന്നെ അവരെ സ്റ്റാർട്ടിങ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാറുണ്ട് ഷോർട്ട് ഫിലിമൊക്കെ. ഇനി മലയാളത്തിൽ പുതിയതും വന്നിട്ടുണ്ടോ? പുതിയ വർക്കുകൾ റിലീസ് ആവാനുള്ള സിനിമകളാണുള്ളത്. കോലാഹലം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്. പിന്നെ അതേപോലെ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് ഉണ്ട്. 2 പടം റിലീസ് ചെയ്യാണ്ട്. ഇപ്പോൾ ജനുവരിയിൽ റിലീസ് ഉണ്ടാവും. ശരി. ക്യാമറകൾ ഇപ്പോൾ പുതിയതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ക്യാമറമാൻ എങ്ങനെയാണ് അപ്ഡേറ്റ് ആവുന്നത്? ടെക്നിക്കലി ക്യാമറകൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരു ക്യാമറമാൻ എങ്ങനെ അപ്ഡേറ്റ് ആവുന്നത്? എന്നും കാണുന്ന ഒരേ വ്യൂ ഫ്രണ്ടിലൂടെ ഒരേ കാഴ്ച കാണുന്നു. പക്ഷേ അയാൾ എങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റ് ആവുന്നത്? ഒരു സിനിമകൾ കാണാറാണ്. സിനിമ കാണാം. ഏറ്റവും വിദേശ സിനിമകൾ, മറ്റു ഭാഷ, വിദേശം എന്നല്ല എല്ലാ സിനിമയും കാണും. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ സിനിമയും കാണും. പിന്നെ വ്യത്യസ്തനാവുന്ന വെച്ചാൽ നമുക്ക് നല്ലൊരു സബ്ജക്റ്റ്. ഇപ്പോൾ ഡയറക്ടർമാരെന്ന് പറഞ്ഞാൽ റഷീദിന്റെ സിനിമ ചെയ്ത പോലെ ആവില്ല അടുത്തുള്ള പടം ചെയ്യുമ്പോൾ. രണ്ട് സ്ക്രിപ്റ്റ് ആവും. അപ്പോൾ നമുക്ക് അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അതിനകത്ത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഈ സിനിമ ട്രീറ്റ് ചെയ്ത പോലെയല്ല അടുത്ത സിനിമ ചെയ്യാം. അപ്പം നമുക്ക് കൂടുതൽ ചെയ്യണമെങ്കിൽ നല്ല നല്ല സ്ക്രിപ്റ്റുകൾ നമ്മളെ അടുത്ത് എത്തുന്ന സമയത്താണ്. അതേപോലെ ഡയറക്ടർക്ക് ഒരു വിഷൻ ഉണ്ടാവും, എങ്ങനെ ഷൂട്ട് ചെയ്യണം. പുള്ളിയാണല്ലോ ഫൈനൽ ഇപ്പോൾ. അപ്പോൾ ആളുടെ ഒരു വിഷനും കൂടി നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ ഒരുപാട് ഉപകരിക്കും. എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും. ഓരോ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആവും. പല രീതിയിലും അത് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ പറയുന്ന പല സിനിമകളും നമ്മൾ മലയാളത്തിലാണെങ്കിലും നല്ല അന്യഭാഷ സിനിമകളാണെങ്കിലും അത് കാണുക, അത് കണ്ട് അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ AI ഉപയോഗിച്ച് സ്റ്റോറി ബോർഡ് തയ്യാറാക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സ്റ്റോറി ബോർഡ് തയ്യാറാക്കുന്നു. ഇത് സത്യത്തിൽ എങ്ങനെയാണ് ഞാൻ ചോദിച്ചവരുടെ ക്യാമറമാനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടു, ഈ സാധനം ഷൂട്ട് ചെയ്യാൻ വേണ്ടു എന്നാണ് അവർ പറയുന്നത്. ബുദ്ധിമുട്ട് പോലും ഇല്ല. വിഷ്വൽ ആ ക്യാരക്ടറിന്റെ വിഷ്വൽ അടക്കമാണ് വരുന്നത്. ഇത്തരം പുതിയ ടെക്നോളജി വരുമ്പോൾ എങ്ങനെയാണ് ക്യാമറമാൻ അതിനൊക്കെ ഓവർകം ചെയ്യേണ്ടി വരില്ല? തൻ്റെ വർക്ക് കൂടുതൽ മികച്ചതാവണം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കൂടെ പോകാന്നുള്ളതാണ് നമുക്ക് അപ്ഡേറ്റ്. ഇപ്പോൾ ഈ ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ ആവുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇപ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ തന്നെ പറയാന്നുണ്ടെങ്കിൽ അന്ന് ഫോട്ടോ എടുത്ത ആൾക്കാർ അതിനകത്ത് കുറേ നിന്നുപോയി, കുറേ ആൾക്കാർ കയറിപ്പോയി. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ യാത്ര ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. അതെങ്ങനെ നമ്മുടെ വർക്കിലേക്ക് അത് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ AI ചെയ്ത് ഇതേപോലെ തന്നെ നമ്മൾ പടത്തിൽ CG ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേറൊരു പാറ്റേണാണ് നമ്മളുടെ സിനിമ വിഷ്വൽ ഇതിലാണ് ഞാൻ പറയുന്നത്. മറ്റൊരു സിനിമോട്ടോഗ്രാഫിയിലെ കാര്യം പറയാം. അപ്പോൾ നമുക്ക് നമ്മളേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. നമ്മളതിൻ്റെ കൂടെ അപ്ഡേറ്റ് ആവുക എന്നുള്ളതേ ഉള്ളൂ. ഇത് ഭീഷണി ആവുന്നുണ്ടോ ഈ AI നമുക്ക് ശരിക്കും? അതോ പോസിറ്റീവ്? എനിക്ക് കുറേ ഉപകാരങ്ങളായി തോന്നിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഇപ്പോൾ സ്റ്റോറി ബോർഡ് കൊണ്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കമാൻഡ് കൊടുത്താൽ വരുന്ന അവസ്ഥയിലേക്ക് അത് അപ്പുറത്തൊരു വേറെ ഇതാണ്. കുറെ മടിയന്മാരിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അപ്പുറത്ത് വേറെ കിടക്കുന്നുണ്ട്. പക്ഷെ ടെക്നിക്കലി പെർഫെക്റ്റ് ആവും ചെയ്യുന്നില്ല. അങ്ങനെ മലയാളത്തിൽ മറ്റേ രാമരാജൻ ഭഗവൻദാസിന്റെ അതേക്കുറിച്ച് പറയും. അതെങ്ങനെയാണ് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള സീനിയർ ആർട്ടിസ്റ്റ് രവിചേട്ടൻ, പ്രശാന്ത് മുരളി, അക്ഷയ് രാധാകൃഷ്ണൻ, ഉഷാഖ, മണികണ്ഠൻ പട്ടാമ്പി, നിയാസ് ബക്കർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
സീരിയസിനെ നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അതെ, അത് മണികണ്ഠേട്ടനും ഉഷാക്കൊക്കെ ആദ്യമേ നമ്മുടെ ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ടിട്ട് നമ്മളെ വിളിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കുകയും, അപ്പം നമ്മുടെ വലിയൊരു സിനിമ അതായിരുന്നു. ഇത്രയും ആർട്ടിസ്റ്റുകൾ വെച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഒരുമിച്ച് മൊബൈലിലൊക്കെ ഷോർട്ട് ഫിലിം എടുത്ത് അങ്ങനെ വന്നിട്ടുള്ള അവൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ നമുക്ക് ഫ്രീഡാണ്. അവരും എനിക്കാണെങ്കിലും അവനിക്കാണെങ്കിലും ഭയങ്കര ഫ്രീഡാണ്. അതേപോലെ എൻ്റെ പ്രൊഡ്യൂസർ റൈസൻ ചേട്ടൻ, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ വർക്ക് ഇതിനു മുന്നേ ഞങ്ങൾ ചില സാങ്കേതിക കാരണങ്ങളാൽ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിമിൻ്റെ ബേസാണ് അത്, സബ്ജക്റ്റ്. അത് കണ്ടിട്ടാണ് പ്രൊഡ്യൂസർ പോലും അതിനകത്ത് വരുന്നത്. പിന്നെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി. ഉഷാക്കാണെങ്കിലും മണികണ്ഠേട്ടനാണെങ്കിൽ നമ്മുടെ ഷോർട്ട് ഫിലിം നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ടെങ്കിലും നമ്മൾ വിളിച്ചറിയിക്കും. മോശമാണെങ്കിൽ മോശമെന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് സിനിമ നടക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു വർക്കാണത്. അത് ക്യാമറ ഷൂട്ട് ചെയ്ത ബാലയൊക്കെ ഷൂട്ട് ചെയ്തു. അതെ ബാലെ. അപ്പോൾ സ്റ്റേജ് സ്റ്റേജ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു എക്സ്പീരിയൻസ്. യുദ്ധം പോലൊരു സീക്വൻസ് ഒക്കെ അതിനകത്ത് ഉണ്ട്. അത് വേറെ ഔട്ട്ഡോർ കൂടാതെ തന്നെ ഈ സ്റ്റേജിലേക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരുന്നു. സ്റ്റേജിൽ ഓൾറെഡി ഡയറക്ടർക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു ഓൾറെഡി ഇങ്ങനെ ചെയ്യാം. പിന്നെ അത് എങ്ങനെ ഭംഗിയാക്കാന്നുള്ളതാണ്. ഓൾറെഡി അതിന്റെ ലൈവ് പോവാതെ ഓവർ സിനിമാറ്റിക് ആവരുത്. നമ്മളൊരു സാധാരണ ഒരു ബാലെ കാണുമ്പോൾ എങ്ങനെയാണോ അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണോ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുക അതേപോലെ നമുക്ക് സിനിമയിൽ കൊണ്ടുപോകാം. പക്ഷെ അതിനകത്ത് ക്ലൈമാക്സിൽ വരുമ്പോൾ ഒരു ഇല്യൂഷൻ ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഷൂട്ടിങ്ങും. ഇപ്പോൾ ഏത് തരം ഫിലിം എടുക്കാനുള്ള ഒരു മനസ്സിലായി ആക്ഷനും എല്ലാം അങ്ങനെ ഈ സപ്പോർട്ടാണ്. നമ്മളെ ഒരു വർക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ആ ഡയറക്ടർക്ക് നമ്മളൊരു വിശ്വാസം വേണം, അവൻ ചെയ്യും. എല്ലാവരും അങ്ങനെ തന്നെ നമ്മളെ വർക്കിന് അതിൽ ജോയിൻ ചെയ്യലും എല്ലാം. അവരെ സപ്പോർട്ടും പിന്നെ നമ്മളെ കൂടെ ടെക്നിക്കൽ ടീമിന്റെ സപ്പോർട്ടും എല്ലാം സെറ്റാക്കാൻ പറ്റും. പട്ടാമ്പിയിൽ ഒരുപാട് സിനിമാക്കാർ ഇപ്പോൾ എന്താ പറയുക ഷിഹാബിനെ കണ്ടിട്ടും മോഡലാക്കിയിട്ടൊക്കെ ഉണ്ടാവില്ല, കുറെ ആൾക്കാർ വരുന്നുണ്ടാവില്ല പട്ടാമ്പി ഷൊർണൂർ മേഖലയിലൊക്കെ ഒരുപാട് സിനിമ. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ എല്ലായിടത്തും പട്ടാമ്പിന്നല്ലേ മൊത്തം. ഇപ്പൊ നമ്മുടെ പണ്ടൊക്കെ നോക്കുമ്പോൾ ഒരു സിനിമാക്കാരൻ നമ്മുടെ നാട്ടിലൊക്കെ ആദ്യം പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് റഷീദ് ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഇങ്ങനത്തെ വന്നുകൊണ്ട് ആരെങ്കിലുമൊക്കെ എവിടെയായാലും എന്തായാലും ഉണ്ടാവും കൂടുതൽ ആളുകൾ. പട്ടാമ്പി ഉണ്ട്, ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് അവിടെ. പുതിയ ഡയറക്ടേഴ്സ് ഉണ്ട്. ഈ തടവ് ഫാസിൽ ഡ്രസ്സൊക്കെ അവിടെ നിന്നാണല്ലോ, സുദേവേട്ടൻ, പിന്നെ മുന്നേ ചെയ്ത് പോയിട്ടുള്ള മേജർ രവി സാറ്, അവരൊക്കെ അവിടെ നിന്നാണല്ലോ. ഇനി എന്താ പുതിയ കുട്ടികളുണ്ട് നിങ്ങളുടെ കൂടെ വരുന്ന സമകാലികരുണ്ട്, പുതിയ കുട്ടികൾ കാത്തു വെക്കുന്നുണ്ട് എന്തൊക്കെ, അതായത് ഇത്തരം ഈ ഫീൽഡിൽ കടന്നു വരാൻ വേണ്ടിയിട്ട് ചാൻസുകളുണ്ടോ അവർക്ക്? എങ്ങനെയാണ് സാധ്യത? എങ്ങനെയാണ് വെല്ലുവിളികൾ എന്തൊക്കെയാണ് അവർക്ക്? കാരണം ഉപദേശം എന്ന് പറയുന്നത് സീനിയർ, ഞാൻ പുതിയൊരാൾക്കാവുമ്പോൾ പറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റും. അതായത് എൻട്രി ചെയ്തൊരാൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഈസി വേകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് പറയാൻ പറ്റും. മെയിനായിട്ട് നമുക്ക് എൻട്രി സാധ്യത ഒരുപാട് കൂടുതലാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചതിനെ കുറിച്ചിട്ട് ഷോർട്ട് ഫിലിംസ് ചെയ്യാം. നമ്മളൊക്കെ വന്നത് അതിന്നാണ്. ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് അത് നമ്മുടെ ഒരു പ്രൊഫൈലാണ്. അതിന് മെയിനായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, അതന്നെ മെയിൻ. പിന്നെ ഈ കണ്ടന്റുകൾ നല്ലത് നോക്കി ചെയ്യുക എന്നുള്ളതാണ്. സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതെങ്ങനെ വർക്കൗട്ടാവും. എല്ലാവരും കുറേ ആൾക്കാർ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ കുറേ ഇൻസ്റ്റാഗ്രാം പരിപാടികളൊക്കെ ആയിട്ട് കുറേ സൈഡിൽ കൂടെ വേറുണ്ട്. അതിന് നല്ല സബ്ജക്റ്റ് യൂണിക്ക് നോക്കി തിരഞ്ഞെടുക്കുക നമ്മൾ. പിന്നെ അതിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സെറ്റാവും. ലേറ്റസ്റ്റ് ചെയ്ത റെക്കോർഡ് ഡാൻസിലെ ഡോക്യുമെൻ്ററി അതിനെക്കുറിച്ച് പറയാമോ? റെക്കോർഡ് ഡാൻസ് നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ഈ ഒറ്റപ്പാലം പാലക്കാട് ഗ്രാമങ്ങളിൽ സൈക്കിൾ യത്നം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടുണ്ടായിരുന്നു. വിഷ്ണുലോകം സിനിമ അതിനകത്തുണ്ട്. അതേപോലൊരു പരിപാടിയാണ്. അതിപ്പോൾ കേരളത്തിലില്ല. അതിനൊരു ടീം മാത്രമേ ഉള്ളൂ അതിൻ്റെ റെക്കോർഡ് ഡാൻസിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു 10-15 ദിവസങ്ങൾ ഷൂട്ട് ചെയ്തു. അതിപ്പോൾ 3/4 മണിക്കൂറോളം ഉണ്ട് അതിനകത്ത് ഡോക്യുമെൻ്ററി. അത് ഓൾ കേരള ഫോട്ടോഗ്രാഫർ അസോസിയേഷനിൽ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലിൽ നമുക്കായിരുന്നു അതിൻ്റെ ഫസ്റ്റ് കിട്ടി. അതിൻ്റെ വർക്ക് നടക്കുന്നു. അടുത്തഞ്ഞ് അവാർഡുകൾക്ക് അയക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഷൂട്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യണമെന്ന് മുന്നേ ആഗ്രഹം. ഇതൊന്നല്ല, ഒരു ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഓൾറെഡി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ ലൈഫ് പറയുമ്പോൾ അവരത്ര വലിയ കളറിലല്ല അവരുടെ ജീവിതം കൊണ്ടുപോകുന്നത്. നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന ഓഡിയൻസിനാണ് ഭയങ്കര കളറായി തോന്നുന്നത്. പക്ഷെ അവരെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് കുറച്ചൊരു കളർഫുള്ളല്ല. അപ്പോൾ അതും കൂടി അതിനകത്ത്
വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തത്. വീട്ടുകാരെ പറ്റി പറഞ്ഞില്ല, എന്തൊക്കെ ആരൊക്കെയാണ് ഈ ഫീൽഡിൽ ആരെങ്കിലും ഉണ്ട് കലാപരമായിട്ട്? വൈഫ് ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാ, അഭയ എന്ന പേര്. എവിടെയാ? MES സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, പട്ടാമ്പി. പിന്നെ ഉപ്പ ഉമ്മ 2 പിള്ളേര് മക്കള്. ഐലിൻ ഒരാൾ LKG പഠിക്കുന്നു, ഒരാൾക്ക് ഇപ്പൊ 2.5 വയസ്സായി. വീട്ടിലാരെങ്കിലും കലാപ്രവർത്തനമായിട്ടോ അങ്ങനെ? ആരുമില്ല. വീട്ടുകാരെ സപ്പോർട്ടാണ്, ഉപ്പാടും ഉമ്മാടൊക്കെ. നമ്മുടെ കാസ്റ്റിൽ നിന്ന് ഭയങ്കര പ്രശ്നമാണ് മുസ്ലിം സമുദായം. അല്ല അങ്ങനെയല്ല, മൊത്തത്തിൽ നമ്മുടെ നാട്ടിലെ സിനിമ അല്ലല്ലോ, നമ്മുടെ കുറച്ച് ഉൾഗ്രാമമാണ് പട്ടാമ്പി, ഓങ്ങല്ലൂർ, ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഒക്കെ അല്ല. അവിടുന്ന് പിന്നെ അവരുടെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്, ഉപ്പാടും ഉമ്മാടും. അല്ല, നാട്ടുകാരൊക്കെ സപ്പോർട്ട്? നാട്ടുകാര് സപ്പോർട്ട് ഉണ്ട്. അല്ല അവരെ നമ്മള് അവരുടെ മേഖല അല്ലല്ലോ, അപ്പൊ അവരെ നമ്മൾ പരിചിതമല്ലാത്തതുകൊണ്ട് നമ്മളതിന് മാത്രം വേറിട്ട് എല്ലാവരും അത് കഴിഞ്ഞ് പല ബിസിനസ് എതിർപ്പുകൾ ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോ? അതായത് എന്തിനു ചെയ്യുന്നു എന്നുള്ള? അല്ല, എതിർപ്പുകളല്ല, നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാൻ പറ്റില്ല ചിലപ്പോ, ഒരു കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. വേവ് ലെങ്ത്. അപ്പൊ അതിൽ നിന്ന് ഉണ്ടായ ആൾക്കാരാണ് റഷീദ്, കണ്ണേട്ടൻ, അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ. നമുക്ക് സംസാരിക്കാൻ ഈ സിനിമയുടെ കാര്യമാണല്ലോ നമുക്ക് എപ്പോഴും പറയേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ നാട്ടിലത്തെ കാര്യമാവില്ല സംസാരിക്കുക. ആ പടം ഇറങ്ങിയില്ല, ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ വിടുതല ഇറങ്ങിയിട്ട് കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ടാവും. അതാ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ സംസാരിക്കുക സിനിമയുടെ കാര്യങ്ങളാവും. ഇപ്പോഴൊക്കെ ഒരുപാട് ഈ പറഞ്ഞ സമുദായ ഇതിൽ നോക്കുകയാണെങ്കിൽ അവരൊക്കെ മാറിയിട്ടില്ല. പിന്നെ ഭയങ്കര അപ്ഡേറ്റ് ആയി. ഇപ്പൊ നാട്ടുകാരെ സപ്പോർട്ട് പൊതുവെ എല്ലാവരും അവരുടെ എന്താ വെച്ചാൽ അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുമല്ലോ, അതിൽ കൂടുതൽ. പക്ഷെ എന്നാ വരുന്ന സമയത്ത് സ്ട്രഗ്ലിങ്ങും പരിപാടിയൊക്കെ ഉപ്പാനോടൊക്കെ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ മകനെ സിനിമയിൽ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെ മാറി നിങ്ങൾ സിനിമാക്കാരനായി കഴിഞ്ഞിട്ട് പട്ടാമ്പിയിലെ അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അംഗീകാരം എല്ലാം സിനിമ ഇറങ്ങിയപ്പോ ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു നാട്ടുകാരെല്ലാവരും. സിനിമാക്കാരനായി. അതെ അതെ. അതിന് മുന്നേ സ്റ്റാർട്ടിങ് സമയത്താണ് നമ്മൾ നാട്ടിലുണ്ടാവുമല്ലോ, കൂടുതൽ ഉപ്പ ഉമ്മയൊക്കെ ഉണ്ടാവും. അപ്പൊ അവരോടാണല്ലോ ഇവർ പറയാ, മകൻ മോനെ എന്തിനാ സിനിമയിലേക്ക് വിടുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളെക്കാട്ടും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അവരോ ഉപ്പയോ. അവര് സ്ഥിരം രാവിലെ ഒരു മകനാണ്, അവൻ പറഞ്ഞില്ല അവന്റെ ഇഷ്ടത്തിന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഷോർട്ട് ഫിലിമും വീഡിയോ ആൽബമൊക്കെ ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, ഇതിൽ ഒതുങ്ങി പോകുമെന്ന്. കാരണം ഒരുപാട് പേര് ഈ ഒരു എക്സ്പോഷർ കിട്ടാതെ ഒതുങ്ങി പോയിട്ടുള്ള ഒരുപാട് പേര്. അതെ. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒതുങ്ങി പോകുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പട്ടാമ്പി സ്ഥലം, പ്രത്യേകിച്ച് അധികം എക്സ്പോഷർ കിട്ടാത്തൊരു നാട്. ഞാനിത് ഇതിൽ ഒതുങ്ങി പോവുക, ഈ ഷോർട്ട് ഫിലിമും മ്യൂസിക് ആൽബം ചെയ്ത് നിന്ന് പോകുക. പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചിട്ടുള്ളൂ എല്ലാം. ഒതുങ്ങിപ്പോകുന്നല്ലേ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനകത്തൊരു മാർക്ക് ചെയ്യാന്നുള്ളൊരു ഇതുണ്ടല്ലോ. നമ്മുടെ വർക്ക് നമ്മൾ ക്വാളിറ്റി ചെയ്യാം, അങ്ങനെ ഇതുവരെ അല്ല ഒന്നും, അല്ലെങ്കിൽ വേറെ സാമ്പത്തികത്തിനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടല്ല. എപ്പോഴും നമ്മുടെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ പെർഫെക്ഷനിൽ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ കൂടി പ്രൊഫൈലാണ്. ഇപ്പോൾ നാളെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്താലും ആ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുമ്പോഴും കുറച്ച് ആൾക്കാരെ എന്തായാലും വീക്ഷിക്കും. അതിന് സിനിമ ചെയ്ത് പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അത് ക്വാളിറ്റി ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുന്നത് എനിക്കല്ലേ. അപ്പോൾ ഞാൻ 100% നന്നായി എഫേർട്ട് ചെയ്ത് വർക്ക് ചെയ്യാം. അതിലെന്തെങ്കിലും ചേട്ടൻ പറഞ്ഞ പോലെ ഇഷ്ടംമാതിരി ആൾക്കാരാണ് അപ്പുറത്ത്, ഇത്രയും ആൾക്കാരുണ്ട്. ഇതേ അവസരം കിട്ടാതെ നമുക്ക് അവസരം കിട്ടിയത് നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ പോലും എത്തിയിട്ടില്ല. എപ്പോഴും കുറച്ച് സിനിമ ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്തു, ഒരുപാട് ആൾക്കാരുണ്ട് അപ്പുറത്ത് നമ്മളെക്കാട്ടും കാലിബറിൽ. അപ്പോൾ മാക്സിമം നമ്മളുടെ ആ സ്പേസ് നമ്മൾ വൃത്തിക്ക് നമ്മൾ ചെയ്യുന്നത് നന്നായി വർക്ക് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യുക. നല്ല മത്സരമാണല്ലോ. പിന്നെ കോമ്പറ്റീഷൻ ആണല്ലോ. ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് എത്ര സിനിമ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മുടെ ഈ സിനിമ അതിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോയി. അപ്പോൾ ചെയ്യുന്ന വർക്ക് നന്നായി ചെയ്യുക, അതാണ് അടയാളപ്പെടുത്തുക. അത് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് പോയപ്പോൾ നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്തു. അവിടെ പടം തുടങ്ങാൻ പോകുന്നുള്ളൂ. ചർച്ചയിൽ തന്നെ ഇതിലൊക്കെ ഉണ്ട് വ്യത്യാസം തോന്നുന്നു. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചുകൂടി വലിയ ബഡ്ജറ്റ് പരിപാടി. ഇപ്പം നമുക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ന ലൈറ്റ് ഇന്ന സംഭവം എന്നൊക്കെ പറയാൻ ഒന്നും കൂടി ഈസിയാണ്. അവർക്ക് സാമ്പത്തികം ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന സിനിമകളൊക്കെ ചെറിയ ബഡ്ജറ്റിലുള്ള ലിമിറ്റേഷനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭംഗിയായി ചെയ്ത് കൊടുക്കാതാണ്. നമുക്ക് ഈ പ്രൊഡ്യൂസറേയും എല്ലാവരും നമ്മൾ അറിയുന്ന സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ ഒരു കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ബഡ്ജറ്റിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളും അതനുസരിച്ച് അത് നന്നായി ചെയ്യുക, കിട്ടിയ അവസരം നന്നായി ചെയ്യുക, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സിനിമ ഓൺ പ്രൊഡക്ഷനിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ക്ലാസിക് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് യൂണിറ്റ് ഉണ്ട്. 2 വിഷ്ണു എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. ഞങ്ങളാണ് ഇപ്പോൾ ഒരു സിനിമ തുടങ്ങി, ഷെയ്ഡ്സ് കംപ്ലീറ്റ് ആയത്. ഇപ്പോൾ ഫെസ്റ്റിവലിൽ കളിച്ചു പടം ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്നാണ്.
പടത്തിന്റെ സംവിധാനം അല്ലല്ല, ക്യാമറ ഞാൻ ചെയ്തു, നിർമ്മാണം ആ. പ്രൊഡക്ഷനും. സംവിധാനം അപ്പോൾ 3 പേരാണ്. ഓ. ആന്തോളജി മൂവിയാണ്. 4 സെഗ്മെന്റ് ആയിട്ട് 3 ഡയറക്ടർ, ജംഷീർ, നടരാജൻ പട്ടാമ്പി, റഷീദ് അഹമ്മദ്. അപ്പൊ അതിന്റെ പാട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സീലാണ്, സി എന്റർടൈൻമെന്റ്, സി സൗത്തിലാണ് ഇറങ്ങിയത്. എങ്ങനത്തെ പടം ചെയ്യാൻ ഇഷ്ടം? എല്ലാ ടൈപ്പും ഇഷ്ടമാണ്. എല്ലാ type ഈ ഷോർട്ട് ഫിലിം ഒക്കെ ഒരുപാട് ചെയ്ത കാരണം ഏതെങ്കിലും ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ജോണറിൽ അല്ല, ആദ്യമൊക്കെ ഇങ്ങനെ ഭയങ്കര ആക്ഷനൊക്കെ ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. ഇപ്പോ ഒന്നും കൂടി അത് ക്ലോസ് ആയി കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാസ് സിനിമകൾ ചെയ്യണം, കുറച്ച് നല്ല സിനിമയുടെ ഭാഗമാവണമെന്നുണ്ട്. ആക്ഷൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഇപ്പൊ അതിനോട് കുറച്ച് അങ്ങനത്തെ പരിപാടികൾ കുറച്ച് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. കേരള ലൊക്കേഷൻ വിട്ട് തമിഴ്നാട്ടിലേക്ക് മാറുമ്പോൾ കുറച്ചും കൂടിയൊക്കെ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇവിടത്തെക്കാളും ഭംഗി കൂടിയ സ്ഥലങ്ങളാണോ ട്രിപ്പ് അതെ 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 അതെ, അതിന്റെ ഒരു ക്യാമറമാനുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും. കൂടുതലാണ്. അപ്പൊ അതിന്റെ വെയിറ്റിംഗിലാണ്. തമിഴ് പടം അതെന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം? ഫെബ്രുവരിയിൽ ഫസ്റ്റ് വീക്ക് തുടങ്ങും, സ്റ്റാർട്ട് ആവും. ക്യാമറ അവിടെ പുതിയ ഇവിടത്തെക്കാളൊക്കെ ബെറ്റർ അവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് നിൽക്കുന്ന ക്യാമറയാണ് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുള്ളത് അവിടെ. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുമല്ലോ? ബുദ്ധിമുട്ടില്ല. സെറ്റാവും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് പോയി, ഇനി അടുത്തത് പുതിയ പുതിയ മേഖലയിലേക്ക് പോട്ടെ. ഹിന്ദി അടക്കമുള്ള എല്ലാ സ്ഥലത്തേക്കും പോട്ടെ. എല്ലാ ആശംസകളും. പട്ടാമ്പിയുടെയും മോങ്ങല്ലൂരിൻ്റെയും പേര് ലോകം മുഴുവൻ അറിയട്ടെ. എല്ലാ മോങ്ങല്ലൂരിൻ്റെ പേര്. ഓക്കെ.